Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study Class 7, A Robot with a Virus from the first unit, Harmony of Marvels. അപ്പോൾ നമ്മളിന്ന് എന്താ പഠിക്കാൻ പോകുന്നത്? 7th സ്റ്റാൻഡേർഡിൽ നമുക്ക് പുതിയ പാഠപുസ്തകമാണല്ലേ? അപ്പോൾ ആ പുതിയ പാഠപുസ്തകത്തിലുള്ള ഫസ്റ്റ് യൂണിറ്റായ എ ഹാർമണി ഓഫ് മാർവൽസ് എന്ന യൂണിറ്റിലുള്ള എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന പാഠമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് us start the class. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെസൻ്റെ പേരെന്ന് പറയുന്നത് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് അല്ലേ? നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഹാർമണി ഓഫ് മാർവൽസ്. അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലെസൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ആ പിക്ചറിലുള്ളത്? വളരെ അത്ഭുതത്തോടു കൂടി ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ അവിടെ എന്തോ ഒരു കയ്യും നമ്മൾ കാണുന്നുണ്ടല്ലേ? അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് റോബോട്ടിൻ്റെ ഹാൻഡാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു യൂണിറ്റിൽ നമ്മുടെ മോഡേൺ ടെക്നോളജി തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക അല്ലേ? നമുക്ക് നോക്കാം വേറെ എന്തൊക്കെയാണ് നമ്മുടെ ഈ ലെസണിൽ ഉള്ളതെന്ന്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മളിവിടെ ഫസ്റ്റ് ഈ ഒരു പേജിൽ എന്താ കാണുന്നത്? ഈ ഒരു പേജിൽ നമ്മൾ കുറേ റോബോട്ടിനെ കാണുന്നുണ്ട്. അപ്പോൾ ഈ റോബോട്ടൊക്കെ വിവിധ തരം വർക്കുകളിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലേ? അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്ക് എന്തിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? റോബോട്ടിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട് ക്യാൻ പെർഫോം അല്ലേ? അപ്പം റോബോട്ടിന് ചെയ്യാൻ പറ്റുന്ന കോമൺ ടാസ്ക് അതെന്തൊക്കെയാണെന്ന് നമുക്കറിയാം. നമുക്കിന്ന് ക്ലീനിങ്ങിനായാലും കുക്കിങ്ങിനായാലും കൂടാതെ നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? വിദേശ രാജ്യങ്ങളിൽ സർജറി ചെയ്യാൻ വരെ റോബോട്ടിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഒരു മനുഷ്യർ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതിനെ യൂസ് ചെയ്യാൻ പറ്റും? റോബോട്ടിനെ യൂസ് ചെയ്യാൻ പറ്റും. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഹാവ് യു എവർ സീൻ ഓർ ഹേർഡ് ഓഫ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് ചോർസ് അല്ലേ? ഹൗസ് ഹോൾഡ് ചോർസ് മീൻസ് വീട്ടിൽ ചെയ്യുന്ന ജോലികൾ. അപ്പം വീട്ടിൽ ജോലികൾ ചെയ്യുന്ന റോബോട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇന്ന് ഉണ്ട്, നമ്മൾ കാണുന്നുണ്ടല്ലേ നമ്മളെ വീടുകളിൽ. നമുക്ക് ഇവിടെയൊന്നും ഇങ്ങനെ വരാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല, എന്നാലും വ്യവസായശാലകളിലും മറ്റും റോബോട്ടിനെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലേ? ഓക്കെ, ലിസ്റ്റ് സം ഓഫ് ദ അതിൻ്റെ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് യു ഗെറ്റ് ദ സർവീസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ടു അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു റോബോട്ടിനെ കിട്ടുകയാണെങ്കിൽ, ഇഫ് യു ഗെറ്റ് ദ സർവീസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വീട്ടിൽ ഒരു റോബോട്ടിൻ്റെ സേവനം കിട്ടുകയാണെങ്കിൽ വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ടു, നിങ്ങൾ എന്തൊക്കെയായിരിക്കും അതിനെക്കൊണ്ട് ചെയ്യിപ്പിക്കുക? അപ്പം നിങ്ങളെ ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഉപകാരപ്രദമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നായിരിക്കും ആലോചിക്കുക അല്ലേ? വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഹോംവർക്ക് റോബോട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കും. പിന്നെ നമ്മളേതായ ജോലികൾ, നമ്മൾ ചെയ്യേണ്ട ജോലികളൊക്കെ നമ്മൾ ആർക്ക് കൊടുക്കും? റോബോട്ടിനോട് ചെയ്യാൻ വേണ്ടി പറയും അല്ലേ? ഓക്കെ, ആൻഡ് ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പേരുകൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കവിടെ നമ്പർ ഇട്ടിട്ട് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലെസണിലോട്ട് കിടക്കാം. എന്താ നമ്മുടെ ഫസ്റ്റ് ലെസൻ്റെ പേര്? എ റോബോട്ട് വിത്ത് എ വൈറസ്. ഹു റോട്ട് ദിസ് സ്റ്റോറി? പെട്രോ പാബ്ലോ സാക്രിസ്റ്റൻ. അപ്പോൾ ഒരു ലെസൺ നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ തന്നെ അതിൽ ഓതറെക്കുറിച്ചും കൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓതറുടെ പ്രൊഫൈലിലേക്കൊന്ന് പോയി നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഓതറെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു.
Pedro Pablo Sacristan was born in Madrid, Spain in 1973. അപ്പോൾ സ്പെയിനിലാണ് ആര് ജനിച്ചത്? പെട്രോ പാബ്ലോ സാക്രിസ്റ്റൻ. അപ്പോൾ ഒരു സ്പാനിഷ് എഴുത്തുകാരനാണ് നമ്മുടെ കഥാകാരൻ. ഹി ഹോൾഡ്സ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാനേജ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. അദ്ദേഹത്തിന് മാനേജ്മെൻറ്റിൽ PG ഉണ്ട് അല്ലേ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. ഹിസ് പാഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റിംഗ് ലെറ്റ് ഹിം ടു ക്രിയേറ്റ് എ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ ഓൺ വാല്യൂസ്. അദ്ദേഹത്തിന് എഡ്യൂക്കേഷനിലും എഴുത്തിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഷൻ അദ്ദേഹത്തിനെ എന്തിലേക്ക് നയിച്ചു? ചെറിയ കുട്ടികൾക്ക് മൂല്യങ്ങളുടെയൊക്കെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കഥാമൂല്യങ്ങളൊക്കെയുള്ള ഒരു കളക്ഷൻ, ഒരു കഥാ ബുക്കുകൾ തന്നെ, ഒരുപാട് കഥകളുടെ ഒരു ശേഖരം തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. സം ഓഫ് ഹിസ് സ്റ്റോറീസ് ഹാവ് ബീൻ കളക്റ്റഡ് ആസ് എൻ ഓഡിയോ ബുക്ക് ടൈറ്റിൽ ദ പെട്രോ ഫാബിൾ കളക്ഷൻ. പെട്രോൾ ഫാബിൾ കളക്ഷൻ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ ബുക്ക് തന്നെ ഉണ്ട്. ഹിസ് ഫേമസ് ഷോർട്ട് സ്റ്റോറീസ് ഇൻക്ലൂഡ് റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദ ലേസി ലിറ്റിൽ ബേർഡ്, ദ മോക്കിംഗ് ടൈഗർ ആൻഡ് ദ ട്രീ ആൻഡ് ദ വെജിറ്റബിൾസ്. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ. അപ്പോൾ നമ്മുടെ കഥാകാരനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് വർക്കുകളെക്കുറിച്ചൊക്കെ നമ്മളെപ്പോഴും എന്ത് ചെയ്യാം? ഒന്ന് ഓർത്തിരിക്കുക. ഈ ലെസണിൻ്റെ പേര് പറയുമ്പോൾ തന്നെ, റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പെട്രോ പാബ്ലോ സാക്രിസ്റ്റൻ എന്ന പേരും അദ്ദേഹത്തിൻ്റെ കുറച്ച് വർക്കുകളെ കുറിച്ചിട്ടും നമ്മുടെ മൈൻഡിലേക്ക് എത്തണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് danced across the street. It cast warm hues upon the housetops. The air was crisp and refreshing. The sunbeams peeped into Ricky's room through the skylight. He was still in bed. He was a young boy of 11. അപ്പോൾ ആരാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ? ആരാണ്? റിക്കി അല്ലേ? അപ്പോൾ ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. നല്ല സൂര്യപ്രകാശമൊക്കെയുള്ള ഒരു പ്രഭാതമായിരുന്നു. The vibrant golden sunlight danced across the street. വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ, വൈബ്രൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഊർജ്ജസ്വലമായ നല്ല സ്വർണ്ണ നിറത്തിലുള്ള സൂര്യരശ്മികൾ സ്ട്രീറ്റിൽ, തെരുവുകളിൽ എന്ത് ചെയ്യുന്നു? ഡാൻസ് ചെയ്യുന്നു. അതായത് ആ ഒരു പ്രഭാതത്തിൻ്റെ ഭംഗിയാണ് ഇവിടെ കഥാകാരൻ പറയുന്നത്. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്പ് അല്ലേ? ഊഷ്മളമായ ആ ഒരു നിറങ്ങൾ, ഹ്യൂസ് എന്ന് പറഞ്ഞാൽ നിറമാണ് കേട്ടോ. ആ നിറങ്ങൾ വീടിൻ്റെ മുകളിലൊക്കെ എന്ത് ചെയ്യുന്നു? പതിച്ചിരിക്കുന്നു. ദെൻ ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ്. പൊതുവേ നല്ല പ്രഭാതമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അന്തരീക്ഷം എങ്ങനെയുള്ളത്? നല്ല ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ് ആണ്. ക്രിസ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മീനിങ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് ക്രിസ്പിന് നല്ല ശാന്തമായ, നല്ല കൂളായ എന്നുള്ള രീതിയിൽ നമുക്ക് അർത്ഥം എടുക്കാം. ഓക്കെ, ദ സൺ ബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈലൈറ്റ്. സ്കൈലൈറ്റിലൂടെ സൺലൈറ്റ്, സൂര്യരശ്മികൾ റിക്കിയുടെ റൂമിലേക്ക് എത്തി നോക്കുന്നുണ്ട്. പീപ്ഡ് എന്ന് പറഞ്ഞാൽ എത്തി നോക്കുന്നു. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. റിക്കിയുടെ റൂമിലേക്ക് സ്കൈലൈറ്റിലൂടെ സൂര്യരശ്മികൾ പതിക്കുന്നു. അപ്പോൾ എന്താ ഈ സ്കൈലൈറ്റ്? എന്താ സ്കൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂഫിലൊക്കെ, അതായത് നമ്മുടെ കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടാവില്ലേ വീടിൻ്റെ മുകളിൽ, അപ്പോൾ ആ റൂഫിലൊക്കെ നമ്മൾ വെളിച്ചത്തിന് വേണ്ടി ഒരു വിൻഡോ പോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഗ്ലാസ് ഇട്ടിട്ട് വെക്കാറുണ്ട് അല്ലേ? അതിന് പർഗോളാസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതാണ് സ്കൈലൈറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്കൈലൈറ്റിലൂടെ സൂര്യരശ്മികൾ റിക്കിയുടെ റൂമിലേക്ക് എത്തുന്നുണ്ട്. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. അപ്പോൾ റിക്കി ഇനിയും എഴുന്നേറ്റിട്ടില്ല. രാവിലെ ആയിട്ടും റിക്കി ബെഡിൽ തന്നെയാണുള്ളത്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. 11 വയസ്സുള്ള കുട്ടിയാണ് നമ്മുടെ റിക്കി. Ricky lived in a lovely futuristic house which had everything you can ever want. അപ്പോൾ റിക്കി താമസിക്കുന്നത് നല്ല ഭംഗിയുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള, അതായത് എല്ലാവിധ സൗകര്യങ്ങളും, വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്, നിങ്ങൾക്ക് എന്താണോ ആവശ്യങ്ങളുള്ള എല്ലാ സൗകര്യമുള്ള ഒരു വീട്ടിലാണ് റിക്കി താമസിക്കുന്നത്. ബട്ട് ഹി വാസ് സ്ലോവലി ഇൻ ഹിസ് ഹാബിറ്റ്. പക്ഷേ റിക്കിയുടെ കാര്യം എന്താ? റിക്കി ഇത്രയും സൗകര്യങ്ങളൊക്കെയുള്ള വീട്ടിലാണെങ്കിലും
റിക്കി ആൾ ഭയങ്കര കെയർലെസ് ആണ്, ഒന്നിനെക്കുറിച്ചും ഒരു ശ്രദ്ധയുമില്ല, ഒരു കൃത്യമായി അടുക്കും ചുറ്റിയൊന്നും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു കുട്ടിയാണ് റിക്കി. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. അത് തന്നെയാണ് റിക്കിയുടെ മെയിൻ പ്രശ്നം. റിക്കിയുടേതായ സാധനങ്ങളൊക്കെ വീട്ടിൽ വലിച്ചു വാരിയങ്ങിടും. ഒന്നും കൃത്യമായിട്ട് ആരെടുത്ത് വെക്കില്ല, റിക്കി എടുത്തു വെക്കില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ തന്നെ നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന വേർഡ്സൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ആ വേർഡ് ഗാലറിയിൽ നമുക്ക് എഴുതി വെക്കാം. ഹ്യൂസ് എന്ന് പറഞ്ഞാൽ കളേഴ്സാണ്. പിന്നെ നമ്മൾ സ്ലോവൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർലെസ് ആൻഡ് അൺടൈഡി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗ്ലോസറിയിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു ലെസൻ്റെ ലാസ്റ്റിലോട്ടേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഗ്ലോസറിയിൽ തന്നെ നമുക്ക് ഈ വേർഡിൻ്റെയൊക്കെ മീനിങ് നമുക്ക് കിട്ടും. പക്ഷെ അതെല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ നമുക്ക് പഠിക്കുക ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 34 ആ ഒരു ഗ്ലോസറി ഉള്ളത്. അപ്പോൾ ഈ ഒരു പഠിക്കുന്ന ഭാഗത്തെ പാരഗ്രാഫിലുള്ള ആ ഒരു മീനിങ്സൊക്കെ അപ്പം തന്നെ ആ കാണുന്ന ബോക്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഓക്കെ, അങ്ങനെയാകുമ്പോൾ പഠിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. Then look at the next paragraph. All over the place. His mother had to collect his belongings from all corners of the house. ഈ വലിച്ചു വാരിയിടുന്ന സാധനങ്ങളൊക്കെ അമ്മ എന്ത് ചെയ്യണം, പെരക്കി എല്ലാ മൂലയിൽ നിന്നും പെരക്കി കൃത്യമായിട്ട് എടുത്തു വെക്കണം. His mother, who was the manager of a bank, left in the morning for work. റിക്കിയുടെ അമ്മ ജോലിക്ക് പോകുന്നതാണ്, ഒരു ബാങ്ക് മാനേജറാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, രാവിലെ തന്നെ അവരുടെ ജോലിക്കായി വീട്ടിൽ നിന്ന് പോകും. ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. അതേപോലെ തന്നെ റിക്കിക്കും എന്ത് ചെയ്യും, കുറച്ച് വർക്കുകളൊക്കെ കൊടുക്കും റിക്കിക്ക് ചെയ്യാൻ വേണ്ടി. എന്തൊക്കെ പറയും റിക്കിയോട്, റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. ആ സ്റ്റഡി റൂമിൽ തന്നെ എന്ത് ചെയ്യുക, ബാഗ് വെക്കുക. പിന്നെയോ റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. നിൻ്റെ ഡ്രസ്സൊക്കെ എന്ത് ചെയ്യണം, വാഷിംഗ് മെഷീനിലിടണം. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ടിഫിൻ ബോക്സ് എന്ത് ചെയ്യണം, കഴുകണം. റിക്കി അയൺ യുവർ ടീഷർട്ട്. നിൻ്റെ ടീഷർട്ട് അയൺ ചെയ്യണം. ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് ആൻഡ് സോ ഓൺ. ഇതുപോലെ, അതായത് റിക്കിക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള റിക്കിയുടേതായ വർക്കുകളൊക്കെ റിക്കിയെ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് പറയും, റിക്കിയോട് അമ്മ പറയും. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. പക്ഷെ നമ്മുടെ റിക്കി അത് ചെയ്യുമോ, ഇല്ല. റിക്കി പണിയൊന്നും ചെയ്യില്ല. റിക്കി എപ്പോഴും എന്താ ചെയ്യുക, കളിക്കുകയാണ് ചെയ്യുക. റിക്കി ഡിഡ്ന്റ് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. വീട്ടിലുള്ള ഒരു കാര്യം, ഒരു സഹായം ആര് ചെയ്യില്ല, റിക്കി ചെയ്യൂല. ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. പക്ഷെ റിക്കിയും റിക്കിയുടെ പാരൻസിനെ പോലെ തന്നെ അവരെ വീട്ടിലേക്ക് വാങ്ങിയ ഒരു ബട്ട്ലർ റോബോട്ടിൻ്റെ കാര്യത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അതെന്തൊക്കെ ചെയ്യും, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റ് ആർക്കും ഉണ്ടായിരുന്നു, റിക്കിക്കും ഉണ്ടായിരുന്നു. എന്താ ഈ ബട്ട്ലർ റോബോട്ട് എന്ന് പറഞ്ഞാൽ? ബട്ട്ലർ റോബോട്ട് എന്ന് പറഞ്ഞാൽ മെയിൽ സെർവൻറ്റ്, സീനിയർ മെയിൽ സെർവൻറ്റ്. ഓക്കെ, ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ് ഓഫ് ഇറ്റ് വാൻ കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയോണിങ്. അത് എത്തിയ ഉടനെ തന്നെ, അതായത് ആ റോബോട്ട് വന്ന ഉടനെ തന്നെ അത് എന്ത് ചെയ്യാൻ തുടങ്ങി, അത് കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും അയൺ ചെയ്യാനൊക്കെ തുടങ്ങി. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. പക്ഷെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് എന്താ, റിക്കി വലിച്ചു വാരിയിടുന്ന റിക്കിയുടെ ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ നിലത്ത് നിന്നും എടുത്തു വെക്കുക എന്നുള്ളതായിരുന്നു ഈ റോബോട്ടിൻ്റെ പ്രധാനപ്പെട്ട പണി. On the first day, when he went to sleep, his bedroom was in a disastrous state as usual. അപ്പോൾ ഫസ്റ്റ് ഡേ, അതായത് ഏത് ഫസ്റ്റ് ഡേ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, റോബോട്ട് റിക്കിയുടെ വീട്ടിൽ വന്ന ആ ഫസ്റ്റ് ഡേ പതിപോലെ തന്നെ റിക്കി കിടന്നുറങ്ങാൻ പോകുമ്പോൾ റിക്കിയുടെ റൂമൊക്കെ ഒരു തരം എന്താ പറയുക, ദുരന്തമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. അവിടെ അതിന് വേണ്ടിയിട്ട് കൊടുത്ത വേർഡ് എന്താ, ഡിസാസ്ട്രസ്, കോസിങ് ഗ്രേറ്റ് ഡാമേജ്. എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് ആ ഒരു അവസ്ഥയിലായിരുന്നു ആരുടെ റൂം ഉണ്ടായിരുന്നത്, റിക്കിയുടെ റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഗ്ലോസറിയിൽ ഡിസാസ്ട്രസിന് മീനിങ് കൊടുത്തിട്ടുണ്ട്, കോസിങ് ഗ്രേറ്റ് ഡാമേജ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഈ ഒരു പേജിൽ കാണുന്ന വേർഡ് ഗാലറി ഉണ്ട്, മൈ വേർഡ് ഗാലറി, അവിടേക്ക് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ റിക്കിയുടെ റൂമുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഡിസാസ്റ്റർ സ്റ്റേറ്റിലാണുള്ളത്. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ് എവ്രിതിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. പക്ഷേ ആ തൊട്ടടുത്ത ദിവസം റിക്കി എഴുന്നേൽക്കുമ്പോൾ
റൂം എങ്ങനെയാണുള്ളത്? നല്ല വൃത്തിയും വെടുപ്പായിട്ടാണ് റിക്കിയുടെ റൂം ഇരിക്കുന്നത്. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലൈംഡ്. റിക്കി അത്ഭുതപ്പെട്ടുപോയി. വളരെ മനോഹരമായിരിക്കുന്നു, എന്തൊരു ഭംഗിയിലാണ് എൻ്റെ റൂം ഉള്ളത്, എൻ്റെ റൂം കാണാൻ എന്തൊരു ഭംഗിയാണ് എന്ന് പറഞ്ഞ് റിക്കി തന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. In fact, it was actually too clean. Ricky couldn't find his favorite t-shirt nor his favorite football. എന്തൊക്കെയായാലും റൂം നല്ല ക്ലീൻ ആണെങ്കിലും റിക്കിയുടെ ഫേവറേറ്റായ ടീഷർട്ടും ഫുട്ബോളും ഒന്നും റിക്കിക്ക് കാണാൻ കഴിഞ്ഞില്ല. മാ, വേർ ഈസ് മൈ ടീഷർട്ട്, വേർ ഈസ് മൈ ബോൾ, ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. അപ്പോൾ റിക്കി എന്ത് ചെയ്തു? റിക്കിയുടെ ടീഷർട്ടും ഫുട്ബോളും ഒന്നും കാണാത്തതുകൊണ്ട് അതെവിടെ പോയി എന്ന് അന്വേഷിച്ച് അമ്മയെ ശല്യം ചെയ്തു. പെസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ശല്യം ചെയ്യുക, അതായത് ചോദിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ടീഷർട്ട് എവിടെ പോയി, എൻ്റെ ഫുട്ബോൾ എവിടെ പോയി, കാരണം അതൊന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല, ആ വീട്ടിൽ കാണുന്നില്ല. ഹി കുഡ് നോട്ട് ഫൈൻഡ് ദീസ് തിങ്സ് ഈവൺ ആഫ്റ്റർ ഹി ഹാഡ് സെർച്ച്ഡ് അപ്പ് ആൻഡ് ഡൗൺ. മുകളിലും താഴെയും വീട്ടിലെല്ലായിടത്തും സെർച്ച് ചെയ്തിട്ടും റിക്കിയുടെ ഈ സാധനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹി ആസ്ക്ഡ് ഹിംസെൽഫ്, where could they have gone? റിക്കിയോട് തന്നെ ചോദിച്ചു, അതൊക്കെ എവിടെ പോയി? However much he searched during the day, those two items did not reappear. എന്തൊക്കെയായാലും അവൻ ആ ദിവസം ഫുള്ള് ആ വീട്ടിൽ മുഴുവൻ അരിച്ച് പെറുക്കിയിട്ടും അവന് ആ രണ്ട് സാധനങ്ങൾ കണ്ടെത്താനായില്ല. And the same was to happen with other things too. മറ്റുള്ള സാധനങ്ങളുടെ കാര്യവും ഇതൊക്കെ തന്നെയായിരുന്നു. റിക്കിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും റിക്കിക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ആ വീട്ടിൽ കിട്ടാനില്ല. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. അപ്പോൾ റിക്കി എന്ത് ചെയ്തു? അവൻ്റെ ആ സംശയാസ്പദമായ കണ്ണുകൾ ആരിലേക്ക് തിരിഞ്ഞു? ആ തിളങ്ങുന്ന ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. ഗ്ലീമിംഗ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന, സസ്പീഷ്യസ് ആയി എന്ന് പറഞ്ഞാൽ സംശയാസ്പദമായ കണ്ണുകൾ. ഓക്കെ, അപ്പോൾ അവൻ്റെ ആ കണ്ണുകൾ ആ റോബോട്ടിലേക്ക് തിരിഞ്ഞു. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക്. നമ്മൾ ഈ കൈപ്പണി എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ ഹാൻഡി വർക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവൻ എന്ത് വിചാരിച്ചു? എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവൻ്റെ പണിയാണ്, ഇവൻ്റെ കൈവേലയാണ്, ഇവൻ്റെ കൈപ്പണിയാണ്. ഇവൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആരാ? റോബോട്ട്. ഹി ഹാച്ച്ഡ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട്. അപ്പോൾ റിക്കി എന്ത് ചെയ്തു? ഒരു പ്ലാൻ ഉണ്ടാക്കി. ഹാച്ച്ഡ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട്. റോബോട്ടിൻ്റെ സ്പൈ എന്ന് പറഞ്ഞാൽ ചാരപ്പണി. റോബോട്ട് എന്താ ചെയ്യുന്നതെന്ന് റോബോട്ട് അറിയാതെ നോക്കുക. ആൻഡ് ബിഗാൻ ഫോളോയിങ് ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. എന്നിട്ട് റോബോട്ടിന് പിറകെ റോബോട്ട് അറിയാതെ റോബോട്ടിനെ റിക്കി ഫോളോ ചെയ്യാൻ തുടങ്ങി. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. അവസാനം റിക്കി അവനെ കയ്യോടെ പിടിച്ചു. വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്. റിക്കിയുടെ ഒരു ക്ലോത്ത് എടുക്കുമ്പോഴാണ് റിക്കി ഇതിനെ എന്ത് ചെയ്തത്? കയ്യോടെ പിടിച്ചത്. റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ കയ്യോടെ പിടിക്കുക. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. ഒരു സൗണ്ടും ഉണ്ടാക്കാതെ റിക്കി എന്ത് ചെയ്തു? ആ റോബോട്ടിനെ പിന്തുടർന്നു. ടു ഹിസ് സർപ്രൈസ് he saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. അപ്പോൾ റിക്കി അത്ഭുതപ്പെട്ടുപോയി. റോബോട്ട് എന്താ ചെയ്യുന്നത്? വളരെ നീറ്റായിട്ട് റിക്കിയുടെ ടീഷർട്ട് മടക്കി വെച്ചിട്ട് അവരുടെ സ്റ്റോർ റൂമിൽ പൈൽ ഓഫ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ക്ലോത്തുകളുടെ ഒരു കൂമ്പാരം, ഒരുപാട് ഡ്രസ്സുകൾ മടക്കി വെച്ചത് ആ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ടീഷർട്ടും മടക്കി ആ സ്റ്റോർ റൂമിൽ വെച്ചു. Off he went, running to his parent. Father, this butler robot is faulty. ഓടിപ്പോയി. ഇത് കണ്ട ഉടനെ തന്നെ റിക്കി ഓടി ഫാദറിൻ്റെ അടുത്ത് പോയിട്ട് പറയാം, ഈ ബട്ട്ലർ റോബോട്ട് എന്താണ്? കംപ്ലൈൻ്റ് ആണ്. ഹി ഹാസ് ഫിൽസ്ഡ് മൈ തിങ്സ്. ഇതെന്താണ് ചെയ്യുന്നത്? ഫിൽസ്ഡ് മീൻസ് സ്റ്റോള്, കട്ടെടുക്കുക. എൻ്റെ സാധനങ്ങളൊക്കെ കട്ടെടുക്കുന്നുണ്ട്. ഐ തിങ്ക് ദി പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. എനിക്ക് തോന്നുന്നു അതിനെ പ്രോഗ്രാം ചെയ്തത്, അതായത് കമ്പ്യൂട്ടറിന് പ്രോഗ്രാം ചെയ്യില്ലേ, അപ്പോൾ ആ പ്രോഗ്രാം ചെയ്തത് തെറ്റായ രീതിയിലാണ്, അല്ലെങ്കിൽ മോശം രീതിയിലാണ് അതിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ലെറ്റ് us send him off. അതിനെന്ത് ചെയ്തു? ഓഫ് ആയിക്കോട്ടെ, അതിനെ നമുക്ക് വേണ്ട, അതിനെ ഓഫാക്കി വെച്ചേക്ക്. അബ്സല്യൂട്ട്ലി നോട്ട്. ഫാദർ ഷുക്ക് ഹിസ് ഹെഡ്. അപ്പം ഫാദർ എന്ത് പറയാം? ഒരിക്കലുമില്ല. ഫാദർ റിക്കി പറയുന്നത് എന്ത് ചെയ്യുന്നില്ല? അനുവദിച്ചു കൊടുക്കുന്നില്ല.
ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്. റിക്കിയുടെ ഫാദർ എന്ന് പറയുന്നത് റോബോട്ടിക്സിൻ്റെ കാര്യത്തിൽ, അതായത് റോബോട്ടിനെ കുറിച്ച് ഉള്ള അറിയുന്ന കാര്യങ്ങളിൽ വളരെ എക്സ്പേർട്ടാണ്. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. റിക്കിയുടെ ഫാദർ ഈ ഒരു ബട്ട്ലർ റോബോട്ട് വന്നതിൽ അങ്ങേയറ്റം സന്തോഷിച്ചിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ആ ഒരു ബട്ട്ലർ റോബോട്ട് ഇവരുടെ വീട്ടിലേക്ക് ഇവർ യൂസ് ചെയ്യുന്നത്. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. പക്ഷേ റിക്കിയുടെ കാര്യം എന്താ? റിക്കി വളരെ സ്റ്റബോണായിട്ട് തന്നെ, അതായത് കർക്കശമായിട്ട്, ഒരേ പിടിവാശിയിൽ, ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റബേൺ നമ്മൾ പറയും, കർക്കശമായിട്ട് ഒരേ പിടിവാശിയിലാണ് റിക്കി ഉള്ളത്. ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. അതിന് എന്ത് ചെയ്യണം? എനിക്ക് ഒഴിവാക്കണം. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. റിക്കി പറയാണ് അതിനെ ഒഴിവാക്കണമെന്ന്, ഫാദർ പറയാണ് അതിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ റിക്കിയും ഫാദറും തമ്മിൽ ഒരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റ്, ചൂടേറിയ ഒരു ചർച്ച തന്നെ, ഒരു വാദപ്രതിവാദം തന്നെ അവിടെ നടന്നു. ഫാദർ പറയാണ്, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. റോബോട്ട് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഡിവൈസാണ്, അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഡിവൈസാണ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നോക്കൂ. അപ്പോൾ റിക്കി എന്താ പറയുന്നത്? ഐ ഡോണ്ട് തിങ്ക് സോ, ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. എനിക്കങ്ങനെ തോന്നുന്നില്ല, അതത്ര നല്ല വണ്ടർഫുൾ ഡിവൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നല്ലതിനേക്കാൾ കൂടുതൽ മോശമായ കാര്യമാണ്, ഉപദ്രവമായ കാര്യമാണ് ചെയ്യുന്നത്. ഫാദർ, യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. അപ്പോൾ ഫാദർ എന്താ പറയുന്നത്? നീ പറയുന്നത് തെറ്റാണ് റിക്കി, നിനക്കറിയില്ല ഒരു റോബോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, വർക്ക് എന്തൊക്കെയാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ റിക്കി എന്താ പറയുന്നത്? ഐ കാൻറ്റ് അഗ്രി വിത്ത് യു. എ റോബോട്ട് വിൽ ബി ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. അപ്പോൾ എന്താ പറയുന്നത്? അച്ഛൻ പറയുന്നതിനോട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എഗ്രി ചെയ്യാൻ പറ്റില്ല. ഒരു റോബോട്ടിനെ കൃത്യമായിട്ട് അത് പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ, അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. ആരാണ് പറയുന്നത്? റിക്കി പറഞ്ഞു. റിക്കി kept on complaining to his parents about the robot hiding things. അപ്പോൾ റിക്കി ഈ റോബോട്ട് ഇങ്ങനെ റിക്കിയുടെ സാധനങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നതിൽ പാരൻസിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ദാറ്റ് ഔട്ട്വേജ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഇറ്റ് ഡിഡ്. അപ്പോൾ റിക്കിയുടെ ഈ കംപ്ലൈൻറ്റ് റോബോട്ട് ചെയ്യുന്ന നല്ല കാര്യത്തിനേക്കാൾ മുകളിലേക്കായി, അതായത് നല്ല കാര്യങ്ങളൊന്നും എവിടെയും കാണുന്നില്ല റോബോട്ട് ചെയ്യുന്ന, അതിനേക്കാൾ കൂടുതൽ റിക്കിയുടെ ഈ കംപ്ലൈൻ്റാണ് വന്നത്. അതായത് റിക്കിയുടെ ഈ സാധനങ്ങൾ റോബോട്ട് ഹൈഡ് ചെയ്ത് വെക്കുന്ന കംപ്ലൈൻ്റാണ് അത് ചെയ്യുന്ന നല്ല വർക്കിനേക്കാൾ മുകളിലേക്ക് വന്നത്. One day the robot who was wearing past heard the boy's complaint. ഒരു ദിവസം ആ റോബോട്ട് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവിടെ നിന്ന്, അതായത് ആ വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഈ കുട്ടിയുടെ കംപ്ലൈൻറ്റ് കേട്ടു. The robot returned with a pair of Ricky's shoes and some of his clothes. റോബോട്ട് എന്ത് ചെയ്തു? റിക്കിയുടെ ഒരു ജോഡി ഷൂസും അവൻ്റെ കുറച്ച് ഡ്രസ്സുമായി അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. Here sir, I did not know it was bothering you, said the butler in his metallic voice. അപ്പോൾ ആ റോബോട്ട് അതിൻ്റെ ആ മെറ്റാലിക് വോയിസിൽ പറയാണ്, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു. ഇത് നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഹൗ കുഡ് ഇറ്റ് നോട്ട്, യു തീഫ്. അപ്പോൾ ആർക്ക് ദേഷ്യം വരിക? റിക്കിക്ക് ദേഷ്യം വരിക. അപ്പോൾ റിക്കി പറയാ, എങ്ങനെ അല്ലാതിരിക്കും, അതായത് എങ്ങനെ വിഷമം വരാതിരിക്കും? യു തീഫ്, നീ കള്ളാന്നുള്ള രീതിയിൽ അതിനെ കള്ളാന്ന് വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്. യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. നീ എൻ്റെ സാധനങ്ങൾ, സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ തിങ്സ്, സാധനങ്ങൾ, നീ എൻ്റെ സാധനങ്ങൾ ആഴ്ചകളായിട്ട് മോഷ്ടിക്കുകയായിരുന്നു. നിക്കിങ് എന്ന് പറഞ്ഞാൽ സ്റ്റീലിങ്. അപ്പോൾ ആഴ്ചകളായിട്ട് നീ എൻ്റെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുകയായിരുന്നു. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലേയിങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. ആരാണ് ഇവിടെ പറയുന്നത്? റോബോട്ട് പറയുകയാണേ, നിൻ്റെ സാധനങ്ങളൊക്കെ നിലത്ത് ചിതറിക്കിടക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. ഞാൻ വിചാരിച്ചു നിനക്കതൊന്നും ആവശ്യമില്ലാത്തതാണെന്ന്. ഐ എം പ്രോഗ്രാം ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് വേണ്ടാത്ത സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന രീതിയിലാണ്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വെയർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. രാത്രിയിലാവുമ്പോൾ ആ സാധനങ്ങളൊക്കെ ആവശ്യമുള്ള ആൾക്കാരിലേക്ക് ഞാനത് എത്തിക്കും. അപ്പോൾ ആ രീതിയിലാണ് ആരെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഈ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഐ എം എ മാക്സിമം
എഫിഷ്യൻസി മെഷീൻ. വെർ യു അൺഅവെയർ ഓഫ് ഇറ്റ്? അപ്പോൾ റോബോട്ട് പറയാം, ഞാൻ എന്താണ് മാക്സിമം എഫിഷ്യൻസിയുള്ള നല്ല മാക്സിമം കാര്യക്ഷമതയുള്ള ഒരു മെഷീനാണ്. വെർ യു അൺഅവെയർ ഓഫ് ഇറ്റ്? താങ്കൾക്കതിനെപ്പറ്റി അറിയാമായിരുന്നില്ലേ? ദ റോബോട്ട് സെഡ് വിത്ത് എ സെർച്ചൻ പ്രൈഡ്. നല്ല ആ ഒരു അഭിമാനത്തോടു കൂടിയാണ് റോബോട്ട് ഈ വാക്കുകൾ ആരോട് പറയുന്നത്? റിക്കിയോടും റിക്കിയുടെ ഫാദറിനോടും പറയുന്നത്. റിക്കി വാസ് എഷെയിംഡ്. റിക്കി ആകെ നാണിച്ച് തല താഴ്ത്തി. എന്താ കാര്യം? ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വെർ യൂസ്ലെസ്. അവൻ്റെ എല്ലാ സാധനങ്ങളും ഒരു ആവശ്യമില്ലാത്ത പോലെ, ഒരു ഉപയോഗമില്ലാത്ത രീതിയിലായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത്. ഹി കെയർഡ് ഫോർ നത്തിങ്. ഒന്നും തന്നെ അവരെന്ത് ചെയ്തിട്ടില്ല, കെയർ ചെയ്തിട്ടില്ല. യെറ്റ് ദർ വെർ മെനി പീപ്പിൾ ഇൻ ദ വേൾഡ് ഹു വുഡ് ഹാവ് ബീൻ ഡിലൈറ്റഡ് ടു ഹാവ് റിക്കീസ് തിങ്സ്. പക്ഷേ എന്നാലും റിക്കിയുടെ ഈ സാധനങ്ങൾ, അതായത് ഈ റോബോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ആവശ്യമുള്ള പലരിലേക്കും എത്തിച്ചിട്ടുണ്ട് അല്ലേ? ആ സാധനങ്ങളൊക്കെ മറ്റുള്ളവർ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും സാധനങ്ങളൊക്കെയുള്ള റിക്കിയോ ഇതൊന്നും തന്നെ ഇതുവരെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അൺലൈക്ക് ഹിം ദേ വുഡ് ഹാവ് ടേക്കൻ ഗുഡ് കെയർ ഓഫ് ദം ടു. പക്ഷേ ഈ റിക്കിയെ പോലെയല്ല, ഈ സാധനങ്ങളൊക്കെ കിട്ടിയവരെന്ത് ചെയ്യുന്നുണ്ട്, ആ സാധനങ്ങൾ വളരെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. He realized that the robot was neither broken nor misprogrammed. അതോടെ റിക്കിക്ക് എന്ത് മനസ്സിലായി? ഈ റോബോട്ട് എന്ന് പറയുന്നത് തകരാറിലായതോ അതിനെ കൃത്യമായി പ്രോഗ്രാം ചെയ്യാത്തതോ അല്ല. രാദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. അത് എങ്ങനെയാണ്? അതിന് അത്ര നന്നായിട്ട് പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു റോബോട്ടാണെന്ന് ആയിരിക്കും മനസ്സിലായി, റിക്കിക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ റിക്കി വലിച്ചു വാരിയിടുന്ന സാധനങ്ങൾക്ക് ആവശ്യക്കാർ വേറെ ഉണ്ടെന്ന് കണ്ട് അതൊക്കെ കളക്ട് ചെയ്ത് ആവശ്യക്കാരിലേക്ക് റോബോട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എഫിഷ്യൻസി ആർക്ക് മനസ്സിലാക്കാൻ പറ്റി? റിക്കിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അപ്പോൾ അതോടുകൂടി റിക്കി എന്ത് തീരുമാനിച്ചു? ഇനി മുതൽ അങ്ങോട്ട് നല്ല കാര്യക്ഷമതയുള്ള ഒരു കുട്ടിയായിട്ട് തന്നെ ആയിത്തീരണമെന്ന് റിക്കിയും തീരുമാനിച്ചു. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. അതിനുശേഷം റിക്കിയുടെ സാധനങ്ങൾക്ക് കൃത്യമായ ഒരു കെയർ കൊടുക്കാൻ തുടങ്ങി. ഹി കെപ്റ്റ് ദം ടൈഡി ആൻഡ് മേഡ് ഷുവർ ഹി ഡിഡ്ന്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. അവൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവൻ വളരെ വെടിപ്പോടും വൃത്തിയോടും സൂക്ഷിക്കാൻ തുടങ്ങി. കൂടാതെ ആവശ്യമുള്ളത് മാത്രം എടുത്തു വെക്കുക, ബാക്കി ആവശ്യമില്ലാത്തതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതോ അല്ലെങ്കിൽ കൃത്യമായി ഉപയോഗപ്രദമായ രീതിയിൽ എടുത്തു വെക്കുന്നോ രീതിയിലേക്ക് റിക്കി മാറി. ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്. അവൻ റോബോട്ടിൻ്റെ ബുക്കിൽ നിന്നും ഒരു ഇല കീറി, ഒരു പേജ് കീറി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? റോബോട്ടിൽ നിന്നും റിക്കി ഒരു നല്ല പാഠം പഠിച്ചു, ഒരു നല്ല പാഠം ഉൾക്കൊണ്ടു. കൃത്യമായ സാധനങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ വെക്കാനും അവൻ ആവശ്യമില്ലാത്തത് മറ്റുള്ളവരിലേക്ക് കൊടുക്കാനും. വിത്ത് ഹിസ് പോക്കറ്റ് മണി ഹി ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. കൂടാതെ റിക്കി എന്ത് ചെയ്യാൻ തുടങ്ങി? അവന് കിട്ടുന്ന പോക്കറ്റ് മണിയിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി കൊടുക്കുവാനും തുടങ്ങി. അപ്പോൾ ആ റോബോട്ടിൽ നിന്ന് വളരെ നല്ലൊരു പാഠം തന്നെയല്ലേ റിക്കി പഠിച്ചിരിക്കുന്നത്? അതെ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കഥയുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ലെസൺ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.